മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് കടന്നു വരുമ്പോൾ കുറെ ആളുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. മാ അജ്ലസകും, നിങ്ങൾ എന്തിനാണ് ഇരുന്നത്? ഖാലൂ, സ്വഹാബികളും താബിഈകളും അടങ്ങുന്ന ഒരു സംഘം ആളുകൾ, ജലസ്നാ നദ്കുറുല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഈ മജ്ലിസിൽ. അല്ലാഹി മാ അജ്ലസകും ഇല്ലാ ദാക്, ഇതിനു വേണ്ടി മാത്രമാണോ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഖാലൂ വല്ലാഹി മാ അജ്ലസനാ ഇല്ലാ ദാക്, ഞങ്ങൾ അല്ലാഹുവിനെ ഓർക്കാൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അമ്മാ ഇന്നി ലം അസ്തഹ്ലിഫ്കും തുഹ്മതൻ ലക്കും, ഞാൻ നിങ്ങളോട് അല്ലാഹുവിന് വേണ്ടി തന്നെയാണോ എന്ന് നിങ്ങളോട് സത്യമിടിച്ച് ചോദിച്ചത് വെറുതെയല്ല. മാ കാന അഹദുൻ ബിമൻസിലതി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖല്ല അൻഹു ഹദീസൻ മിന്നി, ഞാൻ ഹബീബിന്റെ കൂടെ ജീവിച്ച ആളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് എനിക്ക് എത്ര സ്ഥാനമുണ്ടായിരുന്നു നിങ്ങൾക്കറിയുമോ? മുആവിയ തങ്ങൾ ആരാണ്? കാത്തിബ് വഹി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഹി രേഖപ്പെടുത്തിയിരുന്ന സ്വഹാബിയാണ്. അതുമാത്രമല്ല, റംല ബീവി എന്ന് പറയുന്ന ഹബീബിന്റെ ഭാര്യയായ ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് മുആവിയ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ ഭാര്യയുടെ സഹോദരൻ. അതുകൊണ്ട് മുആവിയ തങ്ങൾ പറയുന്നു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ അലാ ഹൽഖത്തിൻ മിൻ അസ്ഹാബിഹി, മൗലിദിന്റെ മജ്ലിസുകൾ ഉണ്ടാകുമ്പോഴേക്കും കേരളത്തിലെ അഹ്ലുസുന്നയുടെ ആളുകളോട് ബിദ്അത്താണെന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്, മുസ്നദിലുണ്ട്, തുർമുദിയിലുണ്ട്. സ്വഹഹുൽ അൽബാനി എന്ന് നിങ്ങൾ ഏതിനും 40 വട്ടം പറയുന്ന നസ്റുദ്ദീൻ അൽബാനി എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ മുഹദ്ദിസ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന മനുഷ്യൻ സ്വഹീഹാണെന്ന് അംഗീകരിച്ച ഹദീസാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. ഇതൊക്കെ പറയണ എന്തിനാണെന്നറിയോ? ഇനി ദയവ് ചെയ്ത് ഈ വർത്താനായിട്ട് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്, സങ്കടം തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ ഹദീസ് നിങ്ങളൊന്ന് കേൾക്കണം. വഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ അലാ ഹൽഖത്തിൻ മിൻ അസ്ഹാബി, പുണ്യ നബി തങ്ങളുടെ സ്വഹാബിമാർ മജ്ലിസിൽ വട്ടം കൂടിയിരിക്കുമ്പോൾ, ഹലഖയിലിരിക്കുമ്പോൾ ദിക്ർ ചൊല്ലുന്നതിന്റെ പവിത്രത പറയുന്ന ബാബിലാണ് ഇമാം മുസ്ലിം തങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ച കിതാബുദ് ദിക്രി വദ്ദുആഇ വത്തൗബതി വൽഇസ്തിഗ്ഫാർ വഫളിൽ ഇജ്തിമാഇ അലാ തിലാവത്തിൽ ഖുർആനി വഅലാ ദിക്ർ. അല്ലാഹുവിനെ ഓർക്കാൻ, ഹബീബായ നബി തങ്ങളെ ഓർക്കുന്നത്, അല്ലാഹു റബ്ബിനോടുള്ള, റബ്ബ് തആലയെ ഓർക്കുന്ന ഇബാദത്തിനോട് അല്ലാഹു അന്വരിച്ചു പറഞ്ഞ വിഷയമാണ്.